1887 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 3-ാം വാർഷിക സമ്മേളനം മദ്രാസിൽ ബദറുദ്ദീൻ സാബ്ജിയുടെ അധ്യക്ഷതയിൽ നടന്നു. ഈ സമ്മേളനം ശങ്കരൻ നായരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി. ദേശീയ പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം ആകർഷിക്കപ്പെട്ടു. 1897 മദ്രാസിൽ നടന്ന കോൺഗ്രസിന്റെ ആദ്യ പ്രവിശ്യാ സമ്മേളനത്തിൽ ശങ്കരൻ നായർ അധ്യക്ഷനായി. അതേ വർഷം അമരാവതിയിൽ വെച്ച് നടന്ന ദേശീയ സമ്മേളനത്തിന്റെ അധ്യക്ഷനുമായി. ഇന്നോളം കോൺഗ്രസ് അധ്യക്ഷ പദവി അലങ്കരിച്ച ഏക മലയാളി ശങ്കരൻ നായരാണ്. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് എന്ന പദവിയും ആ 40-കാരനിൽ കുറിക്കപ്പെട്ടു. ഇന്ത്യൻ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായി 1902 കേഴ്സൺ പ്രഭു നിയമിച്ച തോമസ് റാലി യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ സെക്രട്ടറിയായി ശങ്കരൻ നായർ നിയമിതനായി. അദ്ദേഹത്തിന്റെ സേവനങ്ങളെ മാനിച്ച് കമാൻഡർ ഓഫ് ദ ഇന്ത്യൻ എംപയർ എന്ന പദവി നൽകി ആദരിച്ചു. 1912 അദ്ദേഹത്തിന് സർ പദവിയും നൽകപ്പെട്ടു. കോൺഗ്രസിൽ മിതവാദികളും തീവ്രവാദികളും തമ്മിലുണ്ടായ കടുത്ത ചേരിപ്പോര് അദ്ദേഹത്തിന്റെ മനം മടിപ്പിച്ചു കഴിഞ്ഞിരുന്നു. 1908 തന്നെ കോൺഗ്രസുമായുള്ള ബന്ധം ഏറെക്കുറെ ശങ്കരൻ നായർ അവസാനിപ്പിച്ചു കഴിഞ്ഞിരുന്നു. മഹാത്മാഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത കാലമായിരുന്നു അത്. ബ്രിട്ടീഷ് ഭരണകർത്താക്കളുടെ തൻ പ്രമാണിത്വത്തെ എന്ന പോലെ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെയും അദ്ദേഹം എതിർത്തു. ഗാന്ധിജിയുടെ നിസ്സഹകരണ നിയമലംഘന സമരമുറയെ ശങ്കരൻ നായർക്ക് അംഗീകരിക്കാനാവുമായിരുന്നില്ല. സ്വതന്ത്ര ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപമായി മാറും സത്യാഗ്രഹം എന്ന് ശങ്കരൻ നായർ ദീർഘവീക്ഷണം ചെയ്തു. അന്ന് ഇംഗ്ലണ്ടിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ പറ്റിയിട്ട് ആൾക്കാർക്ക് വലിയൊരു അവബോധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ പറ്റി അവിടെ ജനങ്ങളുടെ ഇടയിൽ ഒരറിവ് ഡിസമിനേഷൻ ക്യാമ്പയിൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ടാണ് ആദ്യമായി 1922 റാംസെ മക്ഡൊണാൾഡ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനെ പറ്റി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് വാസ്തവത്തിൽ ചരിത്രത്തിൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷനായി പ്രവർത്തിച്ച ഒരേ ഒരു മലയാളിയും ശങ്കരൻ നായരാണ്. കോൺഗ്രസ്സിൽ മോഡറേറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു ശങ്കരൻ നായർ, മഹാദേവ ഗോവിന്ദ റാനഡെ മുതലായവർ. ഗാന്ധിജിയായിട്ട് ശക്തിയായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ അദ്ദേഹം അതൊരു പുസ്തകത്തിൻ്റെ രൂപത്തിൽ പ്രസിദ്ധീകരിക്കണമെന്ന് തീരുമാനിച്ചു. കാരണം എന്നാൽ മാത്രമേ ഭാവി തലമുറകൾക്ക് ആ കാലത്തെ സംഭവങ്ങളെ ശരിയായി വിലയിരുത്താൻ കഴിയുള്ളൂ. അങ്ങനെ ശങ്കരൻ നായർ ഗാന്ധി ആൻഡ് അനാർക്കി എന്ന പുസ്തകം എഴുതി. അത് വളരെയധികം എതിർപ്പുണ്ടായി. കുറേ കാലം ആ പുസ്തകം മാർക്കറ്റിൽ തന്നെ ഇല്ലായിരുന്നു. ഇന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ അഥവാ ശങ്കരൻ നായരുടെ അഭിപ്രായങ്ങളുടെ പ്രസക്തി നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയും. ഗാന്ധിജി ആവശ്യമില്ലാതെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അമ്പരപ്പിക്കുകയാണെന്നായിരുന്നു ശങ്കരൻ നായരുടെ അഭിപ്രായം. ഗവൺമെന്റിന് അദ്ദേഹത്തിനെതിരെ മുൻകരുതൽ നടപടി കൈക്കൊള്ളാൻ ഗാന്ധിജിയുടെ നടപടികൾ സൗകര്യം നൽകി. ഒരു മന്ദബുദ്ധിയല്ലാതെ മറ്റാരെങ്കിലും തൻ്റെ പ്രവർത്തന പരിപാടി ശത്രുവിനെ മുൻകൂട്ടി അറിയിക്കുമോ എന്ന് ശങ്കരൻ നായർ ചോദിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനത്തിലേക്ക് ശങ്കരൻ നായരെയും ഇംഗ്ലണ്ടിലേക്ക് ക്ഷണിച്ചു. ക്ഷണം ശങ്കരൻ നായർ നിരസിച്ചു. ഇന്ത്യൻ ദേശീയത്വത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ സഹായിയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ശങ്കരൻ നായർ മറുപടി നൽകി. ഗാന്ധിജിയെ ഒരു സാർവലൗകിക നേതാവായി ശങ്കരൻ നായർ അംഗീകരിച്ചിരുന്നു. ഗാന്ധി നിമിത്തം ഇന്ത്യ ഒരു ലോക പ്രശ്നമായി തീർന്നു. അതാണ് ഗാന്ധിയുടെ ഏറ്റവും വലിയ സംഭാവന. വാസ്തവത്തിൽ രാഷ്ട്രീയ രംഗത്തൊഴികെ മറ്റെല്ലാ രംഗങ്ങളിലും ഗാന്ധിയുടെ സേവനം അമൂല്യമത്രേ, ശങ്കരൻ നായർ പറയുന്നു. മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്തരുതെന്നും ഹിന്ദു മുസ്ലിം വിഭാഗീയത അവസാനിപ്പിക്കുന്നതിന് സാമുദായിക അടിസ്ഥാനത്തിലുള്ള നിയോജക മണ്ഡലങ്ങൾ ഇല്ലാതാക്കേണ്ടിയിരിക്കുന്നുവെന്നും ശങ്കരൻ നായർ വിശ്വസിച്ചിരുന്നു. ഇന്ത്യക്ക് ആദ്യം ഡൊമിനിയൻ പദവി മതിയെന്നും സമ്പൂർണ്ണ സ്വാതന്ത്ര്യം അടുത്ത ഘട്ടത്തിലാണ് വേണ്ടതെന്നും വിശ്വസിച്ചിരുന്ന മിതവാദിയായിരുന്നു ശങ്കരൻ നായർ. ജീവിതത്തിലെ അവസാന നാളുകളിൽ
ആധ്യാത്മിക കാര്യങ്ങളിലായിരുന്നു അദ്ദേഹത്തിന് താൽപ്പര്യം. ഹിന്ദു മഹാസഭയുമായി അടുപ്പം പുലർത്തിയിരുന്നു. 1934 ഏപ്രിൽ 22 അദ്ദേഹം അന്തരിച്ചു. ഭാരതപ്പുഴയോടും മങ്കര എന്ന ഗ്രാമത്തോടും ശങ്കരൻ നായർക്ക് ഗാഢമായ ബന്ധമായിരുന്നു. മരണാനന്തരവും പുഴയെ വിട്ടുപോകാൻ ആ മനസ്സാഗ്രഹിച്ചില്ല. പുഴയുടെ തീരത്ത് മാതാപിതാക്കളുടെ ശവകുടീരത്തിനോടടുത്തു തന്നെയാണ് ശങ്കരൻ നായർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഒരു കൊടും കാടുകയറ്റത്തിന്റെ മനസ്സുമായി ഇറങ്ങി പുറപ്പെടുന്നവർക്കേ ആ ധീരദേശാഭിമാനിയുടെ സ്മൃതിമണ്ഡപം ഒന്ന് കണ്ടു മടങ്ങാനെങ്കിലുമാവും. കാട് കയറിയ മലയാളിയുടെ മനസ്സ് കണ്ട് ശങ്കരൻ നായർ ചിരിക്കുന്നുണ്ടാവും. ബ്രിട്ടീഷ് നീതിപീഠത്തിന്റെ അകത്തളങ്ങളിൽ വരെ പ്രതിധ്വനിച്ച ആ ശബ്ദം കൊടും കാട് കയറിയ ഈ ഭൂമിയിൽ നിശബ്ദമാക്കപ്പെട്ടിരിക്കുന്നു. എല്ലാത്തിനും മാപ്പുസാക്ഷിയായി ഞാനിതാ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. മങ്കരയിലെ റെയിൽവേ സ്റ്റേഷൻ ശങ്കരൻ നായർക്ക് വന്നു പോകാൻ വേണ്ടി മാത്രമുണ്ടായതാണ്. മദ്രാസിൽ നിന്നും പ്രത്യേക തീവണ്ടി അദ്ദേഹത്തിനായി ഇവിടം വരെ വന്നു പോയിരുന്നു. റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണത്തിന് സ്വന്തം ഭൂമി വിട്ടുകൊടുക്കുകയും ചെയ്തു. കരിപിടിച്ച വണ്ടികൾ കാലത്തിന് വഴിമാറി. ശീതീകരിച്ച തീവണ്ടി മുറികളിൽ അധികാരികൾ ഇതുവഴി ഓടിമറയുമ്പോഴും മങ്കരയ്ക്ക് മാത്രം മാറ്റങ്ങൾ വന്നില്ല. ശങ്കരൻ നായർ ഇന്ത്യ ഗവൺമെൻറ്റിലെ എക്സിക്യൂട്ടീവ് കൗൺസിലറായിരുന്ന സമയത്ത് ഒരു സോഷ്യൽ റിഫോമറായിട്ട് പ്രവർത്തിക്കാൻ പല അവസരങ്ങളും കിട്ടി. അദ്ദേഹം കൈകാര്യം ചെയ്ത അനേകം വകുപ്പുകളിൽ ഒന്ന് വിദ്യാഭ്യാസ വകുപ്പായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് അതിലൊരു മുൻകൈ എടുത്ത് പ്രവർത്തിക്കേണ്ടത് തൻ്റെ ചുമതലയാണെന്ന് കരുതി തറവാടിൻ്റെ മുറ്റത്ത് നിന്ന് ഏതാണ്ട് 6 ഏക്കറോളം സ്ഥലത്ത് ഒരു സ്കൂൾ കെട്ടി അവിടെ അധ്യാപകന്മാരെയൊക്കെ നിശ്ചയിച്ച് അതങ്ങനെ നടത്തിക്കൊണ്ടുപോയി. അത് മാത്രമല്ല, ആ കാലത്ത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് യാതൊരു സ്ഥാപനവും ഇവിടെ ഉണ്ടായിരുന്നില്ല. സ്ത്രീ വിദ്യാഭ്യാസം എന്ന സങ്കല്പം നമ്മളെ സംബന്ധിച്ച് അന്യമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒറ്റപ്പാലത്ത് ലേഡി ശങ്കരൻ നായർ കോൺവെൻറ്റ്, ഇപ്പോൾ കോൺവെൻറ്റാണ്, സ്കൂൾ സ്ഥാപിച്ച് അങ്ങനെ പെൺകുട്ടികൾക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ലേഡി ശങ്കരൻ നായർ കോൺവെൻറ്റായി പിന്നീട് തീർന്നത്. 1885 സർ ശങ്കരൻ നായർ സ്ഥാപിച്ച വിദ്യാലയമാണ് ഇന്നത്തെ മങ്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂൾ നിൽക്കുന്നയിടം പണ്ട് മങ്കരക്കോട്ടയായിരുന്നു. മലബാറിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനിടയിൽ ഹൈദർ അലി നിർമ്മിച്ചതാണ് മങ്കരക്കോട്ട. ടിപ്പുവിൻ്റെ പാലക്കാട്ടുള്ള കോട്ട പിടിക്കാൻ ചെന്ന കേണൽ ഹംബസ്റ്റനെ ടിപ്പു തുരത്തിയപ്പോൾ ഹംബസ്റ്റൺ അഭയകേന്ദ്രമാക്കിയത് ഈ കോട്ടയായിരുന്നു. 1782 നവംബറിൽ ഹംബസ്റ്റൺ തന്നെ കോട്ട തകർത്തു. അടുത്ത കാലം വരെ ഇവിടങ്ങളിൽ നിന്നും വെടിയുണ്ടകൾ കണ്ടെടുത്തിരുന്നു. സ്കൂളിൽ ഷോട്ട്പുട്ടിനായി കുട്ടികൾ ഉപയോഗിച്ചു വരുന്നത് ടിപ്പുവിൻ്റെ പീരങ്കിയിലെ വെടിയുണ്ടകളാണ്. വിദ്യാഭ്യാസം ആണിനും പെണ്ണിനും ഒരുപോലെ അവകാശപ്പെട്ടതായിരിക്കണമെന്നും അത് തൊട്ടിലിൽ നിന്നും അമ്മ തുടങ്ങേണ്ട ഒന്നാണെന്നുമുള്ള അഭിപ്രായത്തിൻ്റെ സാധൂകരണമാണ് ശങ്കരൻ നായർ ഒറ്റപ്പാലത്ത് സ്ഥാപിച്ച ലേഡീസ് ശങ്കരൻ നായർ ഗേൾസ് സ്കൂൾ. ഏതൊരു മതത്തിലെയും പ്രമുഖരും ബുദ്ധിയുള്ളവരുമായ സ്ത്രീ പുരുഷന്മാർ വിദ്യാഭ്യാസം നേടിയെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്ന് ശങ്കരൻ നായർ വിശ്വസിച്ചിരുന്നു. സംശുദ്ധനായ കോൺഗ്രസ്സുകാരൻ, പ്രഗത്ഭനായ അഭിഭാഷകൻ,
ന്യായാധിപൻ, സാമൂഹ്യ പരിഷ്കർത്താവ് തുടങ്ങിയ വിവിധ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിളയുടെ ഈ മകനെക്കുറിച്ച് മോത്തിലാൽ നെഹ്റു പറഞ്ഞു, രാജ്യം ശങ്കരൻ നായരോട് ഏറെ കടപ്പെട്ടിരുന്നു. പത്രപ്രവർത്തകനും പാർലമെന്റേറിയനുമായിരുന്ന സർ സ്റ്റാൻലി റീഡ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ പിതാവ് എന്ന് വിളിച്ചത് ശങ്കരൻ നായരെയായിരുന്നു. അമരാവതിയിലെ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന് ശങ്കരൻ നായർ ഇങ്ങനെ പറഞ്ഞു: നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന ഏകാധിപത്യം, മാത്രമല്ല അടിമത്തം, ഇന്ത്യയുടെ അന്തസത്തയെ കാർന്നു തിന്ന് അവളെ ദുർബലയാക്കി. ഇന്ത്യയുടെ വളർച്ചയെ മുരടിപ്പിച്ചു. ഇന്ത്യയുടേതായിരുന്ന എല്ലാ ശ്രേയസ്സും മാഹാത്മ്യവും അപഹരിച്ചു. ഇന്ത്യ വീണ്ടും ലോകരാഷ്ട്ര സമുച്ചയത്തിൽ എണ്ണപ്പെടണമെങ്കിൽ, നിലവിലുള്ള ശോച്യാവസ്ഥയിൽ നിന്ന് മൂരി നിവർന്നെഴുന്നേറ്റ് ശോഭനമായ ഒരു ഭാവിയിലേക്ക് കുതിക്കണമെങ്കിൽ, വിദ്യാസമ്പന്നരും ഉത്ബുദ്ധരുമായ അവളുടെ ഉത്തമ സന്താനങ്ങളായ നാം ഉണർന്നെഴുന്നേറ്റ് അവിശ്രമം പരിശ്രമിച്ചേ മതിയാകൂ. നിൽ ഡെസ്പെറാൻഡം, നൈരാശ്യം നമ്മെ തീണ്ടാതിരിക്കട്ടെ. വഞ്ചനാത്മകമായ പുഞ്ചിരിയോ തീഷ്ണ നോട്ടമോ നമ്മെ നമ്മുടെ കർമ്മസരണിയിൽ നിന്നും പിന്തിരിപ്പിക്കാതിരിക്കട്ടെ. പെറ്റ നാടിനോടുള്ള കൂറും വേഴ്ചയും പ്രഖ്യാപിക്കുന്നതിനും ഈ നാടിൻ്റെ ഭാവി ഭാസുരവും സുശോഭനവും ആക്കുന്നതിനും തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നമുക്ക് പരിശ്രമിക്കാം. നന്മകൾ കണ്ടതു കേട്ടതു ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ. നന്മകൾ കണ്ടതു കേട്ടതു ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ. തിന്മകൾ കണ്ടാൽ കുത്തിക്കീറാൻ കൊക്കിനു കഴിയട്ടെ. കുഞ്ഞി കണ്ണിനു കാണാൻ കഴിയാത്തകലങ്ങളിൽ നിന്നും, കുഞ്ഞി കണ്ണിനു കാണാൻ കഴിയാത്തകലങ്ങളിൽ നിന്നും, കുഞ്ഞിനു കേൾക്കാൻ കഥയും കൊണ്ടേ നീ ഇനി എന്നു വരും. കുഞ്ഞിനു കേൾക്കാൻ കഥയും കൊണ്ടേ നീ